ഓണസദ്യയിലെ മൂന്നാം വിഭവമായിട്ട് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കായ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം നമ്മൾ പായസവും അതുപോലെ രണ്ടാമത്തെ ദിവസവും അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പം മൂന്നാം ദിവസം നമുക്കിന്ന് കായ ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കായയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് എടുക്കണം. അപ്പോൾ തൊലി കളഞ്ഞാൽ നമുക്കറിയാം കറ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കറയൊന്ന് പോകാനും അതുപോലെ മഞ്ഞളും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം ആക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമുക്ക് കായയുടെ തൊലി കളഞ്ഞിട്ട് ഇട്ട് വെക്കേണ്ടത്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈ കറയായിട്ട് ഭയങ്കര കഷ്ടമായിരിക്കും അത്. അപ്പോൾ കൈക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടകിയിട്ട് നമുക്ക് കായയുടെ തൊലി കളഞ്ഞെടുക്കാം. നല്ല മൂത്ത കായ ആയിരിക്കണം കേട്ടോ. ഏകദേശം ഒരു പഴുക്കാറായ സൈസിലുള്ള കായ ആവുന്നതായിരിക്കും നല്ലത്. ഇത് കറക്റ്റ് മൂപ്പെത്തിയിട്ടില്ല, അതിന് കുറച്ചുകൂടെ പാകം കുറവാണേ. അപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മാക്സിമം നല്ല മൂത്ത കായ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കണം കേട്ടോ കംപ്ലീറ്റ്. വീടുകളിൽ നിന്നാണ് അധികവും കല്യാണ സദ്യയെല്ലാം ഉണ്ടാവുക. കല്യാണം നടക്കുന്ന തന്നെ ഇപ്പാണ് അധികം ഓഡിറ്റോറിയം എല്ലാം. അപ്പൊ ആ സമയത്ത് 2-3 ദിവസം മുന്നേ ഉപ്പേരിയിലാക്കി ആക്കി വെക്കാൻ വേണ്ടി വീടുകളിൽ മെനക്കെടും. അതിന് ദേഹണ്ണക്കാർ പ്രത്യേകം വന്നിട്ട് അപ്പോൾ ഈ കായ്ത്തോല് പറിച്ചെടുത്ത് കളഞ്ഞാൽ എടുത്താൽ അത് കളയൂല. തോല് അതിനടുത്തുള്ളവരെല്ലാം പോയി ആ കായുടെ തോലെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഉപ്പേരിയിലാക്കാൻ മെനക്കെടും. തോല് കളയില്ല, നല്ല മൂത്ത നല്ല കായിന്റെ തോലായിരിക്കും. അപ്പൊ അത് കളയാണ്ട് അതെടുത്തിട്ട് വീടുകളിൽ കൊണ്ടുവന്നിട്ട് ഉപ്പേരി ആക്കും. ചെറുതായി അരിഞ്ഞിട്ട് നല്ല രുചിയാണത്. വേസ്റ്റ് ആക്കൂല, അത് കളയൂല തോല്. അപ്പൊ ഉള്ളവരെല്ലാം കൊണ്ടുപോകും. നല്ല സാധനമാണല്ല. അധികം മൂക്കാത്ത കായ ആയതുകൊണ്ട് ഞാൻ കത്തി എടുത്തിട്ടുണ്ടായിരുന്നേ. അവസാനം കത്തിയുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്ത കത്തി എടുക്കാം. അമ്മ അടുത്ത കത്തി തരുവാ. അപ്പൊ ഇനി ഇത് പൊട്ടോ ഇല്ലയോ നമുക്കത് കണ്ടറിയാം. നമുക്ക് ഇനി കായ് നമ്മൾ ഓൾറെഡി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ കായുടെ വെള്ളപ്പറ്റ് നമുക്കൊന്നിനി ഒപ്പിക്കളയണം കേട്ടോ. നല്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണി എടുത്തിട്ടൊന്ന് വെള്ളം കംപ്ലീറ്റ് കളയാം. കാരണം നമുക്കിനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതല്ലേ. വെള്ളപ്പറ്റ് ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. കായ് നമുക്കിനി കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കാവേ. ഇപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളമാണ് നമുക്ക് കായ് വറുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ കേട്ടോ. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കായ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് കൊടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. കളറ് കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല ക്രിസ്പി തന്നെയാണ് കേട്ടോ. സൗണ്ട് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. പൊട്ടിച്ച് കാണിക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണസദ്യയിലെ മൂന്നാം റെസിപ്പി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡിയാണേ. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പേരി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ഈസി ആയിട്ടുള്ള സദ്യ റെസിപ്പി വേറെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത അതായത് 4ാമത്തെ ഓണം വിഭവമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ.